ഹലോ ഗൈസ്, പ്രോഗ്രാമിംഗ് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യും. ഇതുവരെ നമ്മൾ എന്താണ് പ്രോഗ്രാമിംഗ് എന്നും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താണെന്നും ഡേറ്റ ടൈപ്സ് എന്താണെന്നും വേരിയബിൾസ് എന്താണെന്നും ലൂപ്സ് എന്താണെന്നും കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നും ഫംഗ്ഷൻസ് എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രോഗ്രാമിംഗ് പാരാഡിഗ്ംസ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചും പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചു. സോ അത്രയൊക്കെയാണ് ബേസിക്കായിട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും പഠിക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്യൂഡോ കോഡ്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. സ്യൂഡോ കോഡ് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളൊരു പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് സ്യൂഡോ കോഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്യൂഡോ കോഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രോഗ്രാമിംഗ്, ടെക്നോളജി, ഫൈനാൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ് തുടങ്ങിയ വീഡിയോകളായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ചാനലിൻ്റെ ഗോൾ തന്നെ ഏതൊരു ഫ്രഷറിനും അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് ഒന്നും ടെക് ജോബ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ആ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഐ എം സാഹിർ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ വീഡിയോ. പ്രോഗ്രാമേഴ്സിന് പലർക്കും അറിയാം, അവർ മെജോറിറ്റി ടൈമും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ലോജിക്കൽ വേസ് ആയിരിക്കും, ഫീച്ചർ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കും എന്നുള്ളതായിരിക്കും മെജോറിറ്റി ഓഫ് പ്രോഗ്രാമേഴ്സും മെജോറിറ്റി സമയം ചിന്തിച്ചിട്ടുണ്ടിരിക്കുന്നത്. അവരുടെ ഒരു കരിയറിൽ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ 10-20% മാക്സിമം 30% മാത്രമേ കോഡിങ് കാണത്തുള്ളൂ. ബാക്കി സമയത്ത് അവർ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും. മെജോറിറ്റി ഓഫ് പ്രോഗ്രാമേഴ്സും ചിന്തിക്കുന്നത് എങ്ങനെ നമുക്ക് ഈ സിസ്റ്റത്തിനെ ഒപ്റ്റിമൈസ് ചെയ്യാം, മെജോറിറ്റി ഓഫ് ഫീച്ചേഴ്സും എങ്ങനെ ഈ ആപ്പിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും, പിന്നെ ലാസ്റ്റ് അതെങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ്. ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ആ പ്രോഗ്രാം ചെയ്യുന്ന പ്രോസസ്സ് ഈസി ആകുകയും നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള കോഡ് എഴുതാനും പറ്റത്തുള്ളൂ. അതിലൂടെ മിസ്റ്റേക്സും ബഗ്സൊക്കെ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഇവിടെയാണ് സ്യൂഡോ കോഡ്സ് മെജോറിറ്റി പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്താണ് സ്യൂഡോ കോഡ്? നമുക്ക് സ്യൂഡോ കോഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സങ്കല്പിക്കാൻ നിങ്ങളൊരു യാത്ര പോവുകയാണെന്നുള്ളത്. യാത്ര പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഓൾ ഓഫ് എ സഡൻ ഒരു യാത്ര പോയില്ല. നിങ്ങൾ അതിനു മുമ്പ് പ്രിപ്പറേഷൻസ് എടുത്തില്ല. ഏത് ഡെസ്റ്റിനേഷനിലാണ് പോകേണ്ടത്, അവിടെ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലം കാണണം, ഏത് ഹോട്ടൽ റിസർവ് ചെയ്യണം, അവിടെ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ അവിടെ എത്തണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും അല്ലേ. പ്രോഗ്രാമിങ്ങിൽ ഇത്തരത്തിലുള്ള പ്ലാനിങ് സഹായിക്കുന്നതാണ് സ്യൂഡോ കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിപ്പിന് മുമ്പ് എന്തൊക്കെ പ്ലാൻ ചെയ്തു, അതുപോലെ പ്രോഗ്രാമിന് മുമ്പ് എന്തൊക്കെ ടൈപ്പിലുള്ള ഫീച്ചേഴ്സ് വേണം, ആ ഫീച്ചേഴ്സ് എന്തൊക്കെ വേരിയബിൾ നെയിം കൊടുക്കണം, എന്ത് ടൈപ്പിലുള്ള കൺവെൻഷൻസ് നമ്മൾ ആ പ്രോഗ്രാമിങ്ങിലുടനീളം പാലിക്കണം എന്നുള്ള പ്ലാനിങ് ആണ് സ്യൂഡോ കോഡ്സ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ റിസർച്ച് പേപ്പർ എഴുതുന്ന സമയത്ത് അതിന് ഇൻഡെക്സ് ചെയ്യും അല്ലേ. ആദ്യമായിട്ട് ഏതൊക്കെ പേജിൽ ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ മാറ്റർ ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം ഇൻഡെക്സ് ചെയ്യും അല്ലേ. അത് തന്നെയാണ് നമ്മൾ സ്യൂഡോ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോഗ്രാം ഇടുന്നതിന് മുമ്പ് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് നിശ്ചയിക്കുന്നതാണ് സ്യൂഡോ കോഡ്. സ്യൂഡോ കോഡിൻ്റെ സഹായത്തോടെ നമുക്ക് ലാർജ് പ്രോഗ്രാമിന് സ്മോൾ പാർട്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് സ്യൂഡോ കോഡ് ഡെവലപ്മെൻറ്റ് സൈക്കിൾ കുറച്ചും കൂടെ എളുപ്പത്തിലാക്കും എന്നുള്ളതാണ്. സ്യൂഡോ കോഡ്സ് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇന്നിപ്പോൾ നോക്കുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സ്യൂഡോ കോഡ് മെത്തേഡാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ആ ഫംഗ്ഷൻ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, ഒരു ഫംഗ്ഷൻ്റെ ഫ്ലോയാണ് ഫ്ലോ ചാർട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫ്ലോ ചാർട്ടിൽ നമ്മൾ ഡിഫറെൻറ്റ് ബ്ലോക്സും ആരോസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഫ്ലോയെ കണക്കാക്കുന്നത്. ഇതിലൂടെ എളുപ്പത്തിൽ ടെസ്റ്റ് കേസസ് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഫ്ലോ ചാർട്ടിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. നമ്മൾ പ്രോഗ്രാം എഴുതി തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ ഒരു പ്രോഗ്രാം റൺ ചെയ്യണം എന്നുള്ളത്. ഉദാഹരണം പറയുന്നത് നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബ്ലൂ പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്യുക, എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ വരയ്ക്കും അല്ലേ. അതുപോലെ നമുക്ക് പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് അത് എങ്ങനെ ഇരിക്കണം, അതിലെന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ഫ്ലോ ചാർട്ട് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ എക്സാമ്പിളാണ്. നമ്മളിപ്പം ഒരു ലാമ്പ് അല്ലെങ്കിൽ ഒരു ബെഡ് ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി. അത് നമ്മളിപ്പോൾ ആദ്യം എന്താണ് ബെഡ് ലാമ്പിന് ഡിഫറെൻറ്റ് സീക്വൻസ് എഴുതും. ഫോർ എക്സാമ്പിൾ ഒരു സിനാരിയോ കൺസിഡർ, നമുക്ക് ബെഡ് ലാമ്പ് കത്തിക്കണം എന്നൊരു സിനാരിയോ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ 2 സിനാരിയോ ഉണ്ട്. ഏത് ബെഡ് ലാമ്പ് നമ്മൾ പ്ലഗ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ പ്ലഗ് ഇൻ ചെയ്യാത്ത സിറ്റുവേഷൻ വരാം. ബെഡ് ലാമ്പ് പ്ലഗ് ഇൻ ചെയ്തിട്ടില്ലെങ്കിലോ നമ്മൾ ആ ലാമ്പിനെ പ്ലഗ് ഇൻ ചെയ്യുക. ബെഡ് ലാമ്പ് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലോ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ബൾബ് ബേൺ ഔട്ടായി എന്നുള്ളതാണ്. ബൾബ് ബേൺ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, റീപ്ലേസ് ദ ബൾബ്. ബൾബ് ബേൺ ഔട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ബൾബിൻ്റെ പ്രശ്നമല്ല, അത് ലാമ്പിൻ്റെ പ്രശ്നമാണ്. സോ ഇങ്ങനെ നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് നമുക്ക് ഇതേപോലെ ഫ്ലോ വഴി ആരോസ് ഉപയോഗിച്ചിട്ടും ഒക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്യൂഡോ കോഡ് മെത്തേഡ് ഫങ്ഷനാലിറ്റി മെത്തേഡ്. ഫങ്ഷനാലിറ്റി മെത്തേഡിൽ ഒരു പ്രോഗ്രാമിന് വേണ്ട നമ്മൾ എല്ലാ ഫീച്ചേഴ്സിനെയും റൈറ്റ് ഡൗൺ ചെയ്യുന്നതാണ് ഫങ്ഷനാലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മളൊരു ബാങ്കിങ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ ഒരു പുതിയ യൂസർ നമുക്ക് രജിസ്റ്റർ ചെയ്യും. അത് നമ്മൾ എക്സിസ്റ്റിംഗ് യൂസർ ആയിരിക്കും. പുതിയ യൂസർ ആണെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാം, അല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ എന്താണ്, either വിഡ്രോ മണി ചെയ്യാം അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് മണി ചെയ്യാം. സോ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ബാങ്കിങ് ആപ്പിൽ ന്യൂ യൂസർ, 2 ടൈപ്പിലുള്ള യൂസേഴ്സ്, എക്സിസ്റ്റിംഗ് യൂസർ ആവാം അല്ലെങ്കിൽ ന്യൂ യൂസർ ആവാം. ന്യൂ യൂസർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ ഒക്കെ ഓപ്പൺ ആക്കേണ്ടത്. എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ അവർക്ക് മണി ഡിപ്പോസിറ്റ് ചെയ്യുക, വിഡ്രോ ചെയ്യാനോ വേണ്ടത്. സോ ഇതാണ് ഒരു ഫങ്ഷനാലിറ്റി മെത്തേഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രോഗ്രാം എടുത്തിട്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഫങ്ഷനാലിറ്റി മെത്തേഡ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കിയത് എന്താണ് സ്യൂഡോകോഡ് എന്നും ഫ്ലോ ചാർട്ട് എന്താണെന്നും ഫ്ലോ ചാർട്ട് എക്സാമ്പിളും ഫങ്ഷനാലിറ്റി മെത്തേഡും ഒക്കെയാണ്. സ്യൂഡോകോഡിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഗ്രാം സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള എറേഴ്സ് കുറയ്ക്കുക എന്നുള്ളത്, നമുക്ക് പ്രോഗ്രാമിംഗ് സൈക്കിൾ എളുപ്പമാക്കുക എന്നുള്ളതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാം സാഗർ സൈനിങ് അപ്പ്. താങ്ക് യു.